الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് പരമാവധി അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അവൻ്റെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആർക്കാണ് സ്വർഗം ലഭിക്കുക എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വിശുദ്ധ ഖുർആനിൽ നമ്മൾ പലയിടങ്ങളിലായി പരിശോധിച്ചാൽ നമുക്ക് കാണുന്ന ഒരു ഉത്തരം ഇന്നലിൽ മുത്തഖീന മഫാസ എന്നതാണ്. മുത്തഖീങ്ങൾക്കാകുന്നു സ്വർഗം, അവരാകുന്നു വിജയിച്ചവർ. അപ്പോൾ മുത്തഖിയാകുക എന്നതിനെന്താണ് വഴിയുള്ളത്? അതിന് പല വഴികളുണ്ട്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാകുന്നു വേദഗ്രന്ഥം, ഇതിൽ സംശയമേ ഇല്ല. ലാ റൈബ ഫീഹി, ഇതിൽ സംശയമേ ഇല്ല. ഹുദൽ ലിൽ മുത്തഖീൻ, ഇത് മുത്തഖികളായ ആളുകൾക്ക് മാർഗദർശനമാകുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളുടെ മേൽ മുൻ തലമുറക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നോമ്പ് നിർബന്ധമാക്കിയത് നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാകുന്നു ഈ തഖ്വയുണ്ടാവുക എന്നുള്ളത്. തഖ്വ എന്ന പദത്തിൻ്റെ അർത്ഥം ഭയഭക്തി എന്നോ ഒക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ഗോഡ് ഫിയറിംഗ് എന്ന് പറയുന്നതിനേക്കാളും മനോഹരമായ അർത്ഥം ഗോഡ് കോൺഷ്യസ് എന്നുള്ളതാണ്. ദൈവബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. എൻ്റെ കൂടെ എപ്പോഴും അല്ലാഹു ഉണ്ട് എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ബോധമാകുന്നു നമ്മൾ തഖ്വ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ന് പരീക്ഷയ്ക്ക് ഇവിടെ സ്കോഡ് വരുമെന്ന് വിവരം കിട്ടിയാൽ ആ പരീക്ഷാ ഹാളുകളിൽ ഉണ്ടാകുന്ന ഒരു സൂക്ഷ്മതാ ബോധമുണ്ട്. അങ്ങനെയുള്ള എപ്പോഴും കൂടെ അല്ലാഹു ഉണ്ട് എന്ന ബോധമുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ തഖ്വ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിഷമഘട്ടത്തിലാണ് നമ്മൾ പലപ്പോഴും ഈ അടുത്ത ഈ നോമ്പിന്റെ കാലഘട്ടത്തിലെ തന്നെ സന്ദേശങ്ങൾ, നോമ്പുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പല പത്രങ്ങളിലും വന്നത് യുവാക്കളെ, പുതുതലമുറയെ കൂട്ടിപ്പിടിക്കുക എന്ന ആശയത്തിലാകുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെയല്ല നോമ്പിനെ കുറിച്ച് സാധാരണ ലേഖനങ്ങൾ കാണാറുള്ളത്. നോമ്പിനെ കുറിച്ചുള്ള ലേഖനങ്ങൾ നമ്മൾ വിശ്വാസിയുടെ വിശുദ്ധിയുടെ കാലം വരവായി എന്നൊക്കെയുള്ള തലക്കെട്ടുകളിലാണ് നമ്മൾ നോമ്പിനെ കുറിച്ചുള്ള ലേഖനങ്ങൾ കണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെയല്ല. യുവതലമുറയെ കൂട്ടുപിടിച്ച് നമ്മുടെ ആഘോഷങ്ങളെ അല്ലെങ്കിൽ ആരാധനകളെ ശക്തിപ്പെടുത്തുക എന്ന സന്ദേശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്.
കേരളത്തിലെ പ്രമാദമായ ഒരു കൊലപാതകമാണ് ആറ്റിങ്ങൽ കൊലപാതകം. 2016 ഇതിന്റെ വിധി പറയുന്ന സമയത്ത് ആറ്റിങ്ങൽ കൊലപാതകം എന്ന് പറഞ്ഞാൽ വിവാഹിതരായ 2 പേർ തിരുവനന്തപുരം IT പാർക്കിൽ ജോലി ചെയ്യുന്നു. ഇവര് വിവാഹിതരാണ്, 2 പേർക്കും മക്കളൊക്കെ ഉണ്ട്. അവർ പ്രണയത്തിലാകുന്നു. അങ്ങനെ അവർ ജീവിക്കുവാൻ വേണ്ടി ഈ ഭാര്യയായ അല്ലെങ്കിൽ വിവാഹിതയായ ഈ സ്ത്രീയുടെ കുട്ടിയെയും അവിടുത്തെ അമ്മയെയും ഒക്കെ അവർ നടത്തുന്ന കൊലപാതകമാണ് ആറ്റിങ്ങലെ ഇരട്ട കൊലപാതകം. വളരെ കാലം ചർച്ച ചെയ്യപ്പെട്ട ഒരു കൊലപാതകമാണ്. അപ്പോൾ ഇതിന്റെ വിധി പറയുന്നിടത്ത് യഥാർത്ഥത്തിൽ കോടതി ഉപയോഗിച്ച കുറെ പദപ്രയോഗങ്ങളുണ്ട്. കാരണം IT രംഗത്ത് പ്രവർത്തിക്കുന്ന നല്ല ശമ്പളമുള്ള വിദ്യാഭ്യാസമുള്ള ആളുകൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ വന്നുപെടുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ച ആ കാലഘട്ടത്തിൽ കോടതി വിധികളിൽ പോലും അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ കോടതി വിധി വന്ന സമയത്ത് 2016 ജഡ്ജി പറഞ്ഞ വിധി ഇങ്ങനെയാണ്: അറേബ്യയിൽ നിന്നുള്ള എല്ലാ സുഗന്ധങ്ങളും കൊണ്ടുവന്നാൽ പോലും ഇവരുടെ കയ്യിലുള്ള പാപക്കറ കഴുകിക്കളയുവാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത്ര വിദ്യാഭ്യാസം ലഭിച്ച് വലിയ ജോലി നേടിയ ആളുകളുടെ കൈകളിൽ എങ്ങനെയാണ് ഇത്രയും ലോകത്തെ സുഗന്ധങ്ങൾ മുഴുവൻ കൊണ്ടുവന്നാലും കഴുകിക്കളയാൻ കഴിയാത്തത്ര പാപക്കറ ഉണ്ടാകുന്നത്? ഇനി ഇവരുടെ തന്നെ വിധിന്യായത്തിൽ അവസാനം പറയുന്നത് TS എലിയട്ടിന്റെ വളരെ പ്രസിദ്ധമായ ഒരു വരികളാണ്. എവിടെയാണ് വിസ്ഡം ദാറ്റ് ഈസ് ലോസ്റ്റ് ഇൻ നോളജ്? അറിവിൽ നിന്ന് എങ്ങനെയാണ് വിവേകം നഷ്ടമാകുന്നത്? അതുപോലെ അറിവ് എങ്ങനെയാണ് നഷ്ടമാകുന്നത്? വിവരങ്ങളിൽ നിന്ന് അറിവ് നഷ്ടമാകുന്നു, അറിവിൽ നിന്ന് വിവേകം നഷ്ടമാകുന്നു. ഇങ്ങനെ മനുഷ്യൻ പഠിക്കുന്നത് അവന് ഉപകാരപ്പെടാതെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ വിഷയങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. 2024 ഈ കോടതി ഈ വിധിയുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു ജാമ്യവുമായി ബന്ധപ്പെട്ട കോടതി വിധി നമുക്കിപ്പോ പരിശോധിച്ചാൽ കിട്ടും. അതിന്റെ കോപ്പി നമുക്ക് കിട്ടും. അത് തുടങ്ങുന്നത് തന്നെ കാമാസക്തിയേക്കാൾ നശീകരണ ശക്തിയുള്ള ഒരു രോഗം വേറെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാണക്യന്റെ ഒരു വാക്കാണത്. ആ വചനം കൊണ്ടാണ് ആ കോടതി വിധി 2024 ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോ ലസ്റ്റ്, നമ്മൾ കാമാസക്തി എന്ന് പറയാം, അതല്ലെങ്കിൽ മനുഷ്യന്റെ ദേഹേച്ഛകൾ, അതിനേക്കാൾ അപകടകരമായ മനുഷ്യനെ വകവരുത്താൻ കഴിയുന്ന ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിധി അവസാനിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഈ അടുത്ത കാലത്തെ തിരുവനന്തപുരത്തുണ്ടായിട്ടുള്ള നമ്മുടെ ജ്യൂസ് കൊടുത്ത് അതിൽ കീടനാശിനി കലർത്തി കൊടുത്ത കേസിന്റെ വിധിയുടെ അവസാനം ആ പെൺകുട്ടിയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ച സമയത്ത് ആ പെൺകുട്ടി അതിന് കൊടുത്ത ഉത്തരം തനിക്കിനിയും പഠിക്കണം എന്നുള്ളതാണ്. എനിക്കിപ്പോ ബിരുദാനന്തര ബിരുദമുണ്ട്, 24 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഉയർന്ന മാർക്കുകളുള്ള ബിരുദ സർട്ടിഫിക്കറ്റുകൾ, ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ കോടതിക്ക് കൈമാറുകയാണ് ആ പെൺകുട്ടി ചെയ്തത്. അതിന് മറുപടിയായിട്ട് അന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ഇത് കൃത്യമായ ആസൂത്രണത്തോടു കൂടി നടന്ന കൊലപാതകമാണ്. ഇതില് തൻ്റെ അറിവ്, തൻ്റെ ഡിഗ്രി കാലത്തും PG കാലത്തുമുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനം ഈ കുട്ടി ഈ കൊലപാതകത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഏത് തരം മരുന്നാണ് കൊടുക്കേണ്ടത് എന്ന് ഈ കുട്ടി പരിശോധിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ 24 മണിക്കൂർ കഴിഞ്ഞാൽ ആ ജ്യൂസിൽ കലക്കിയിരുന്ന കീടനാശിനി ഏതാണ് എന്ന് രക്തത്തിന്റെ സാമ്പിൾ പരിശോധനയിൽ തിരിച്ചറിയാത്ത ആ കീടനാശിനിയാണ് ആ കുട്ടി തിരഞ്ഞെടുത്തത്. എങ്ങനെയാണ് ആ കുട്ടിക്ക് അത് തിരഞ്ഞെടുക്കാൻ അറിവുണ്ടായത്? പഠിച്ചതുകൊണ്ടാണ്. ഡിഗ്രിയും PGയും പഠിച്ചതുകൊണ്ടാണ് ഈ അറിവുണ്ടായത്. അപ്പോ പ്രോസിക്യൂഷൻ പറഞ്ഞു, തന്റെ വിവരം മുഴുവൻ എങ്ങനെ ഒരാളെ കൊല ചെയ്യാമെന്നും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നതുമുള്ളതിൽ ഗവേഷണം നടത്തിയ ഒരാൾക്ക് ഇനിയും പഠിക്കാൻ അവസരം കൊടുക്കാൻ പാടില്ല എന്ന് പ്രോസിക്യൂഷൻ അതിന്റെ വാദത്തിന്റെ ഇടയിൽ പറയുകയുണ്ടായി. നമ്മളിങ്ങനെ ഓരോന്നും പരിശോധിച്ചാലും നമുക്ക് അറിവ് എവിടെയാണ് നഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് വിജ്ഞാനം ഉണ്ടായിട്ട്, അറിവുണ്ടായിട്ട് മനുഷ്യൻ എങ്ങനെയാണ് അവൻ അധപ്പതിച്ചു പോകുന്നത് എന്ന ഒരു വലിയ ചോദ്യമാണ് റമദാൻ നമ്മളോട് ചോദിക്കുന്നത്. കാരണം നോമ്പിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നതാണ് നോമ്പിന്റെ പ്രത്യേകത. ഒരു ആരാധനയും നോമ്പിലില്ല. നിയ്യത്തും നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കലും മാത്രമാണ് നോമ്പ്. നിയ്യത്തും നോമ്പ് മുറിയാതിരിക്കുന്ന കാര്യം അല്ല. നോമ്പിൽ ഒരു കർമ്മവും ചെയ്യാനില്ല. നമുക്ക് ഹജ്ജിന് കർമ്മങ്ങളുണ്ട്, നമസ്കാരത്തിന് അതിൻ്റെതായ രീതികളുണ്ട്. എന്നാൽ നോമ്പ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ് എന്ന് അള്ളാഹു പറഞ്ഞത്.
ഈ ഒരു മനുഷ്യന്റെ ഇച്ഛകളോട്, ദേഹേച്ഛകളോട് സമരം നടത്തുവാൻ അവൻ എത്ര സജ്ജമായിട്ടുണ്ട് എന്ന് അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ആ ദേഹേച്ഛകളോട് സമരം നടത്തുവാൻ ഉള്ള ആഹ്വാനമാകുന്നു യഥാർത്ഥത്തിൽ റമദാൻ മുന്നോട്ട് വെക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഈ ആശയത്തെ വളരെ ഗൗരവതലത്തിൽ നമ്മളോട് അവതരിപ്പിക്കുന്നുണ്ട്. ഞാനിത് പറയുമ്പോൾ ഇതിനോട് ചേർത്ത് വായിക്കാനുള്ള സമീപകാലത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കോട്ടയത്ത് ഇനി ഭാവിയിൽ നമ്മൾ ചികിത്സിക്കേണ്ട നഴ്സുമാരാവേണ്ടവരാണ് യഥാർത്ഥത്തിൽ അവർക്കൊരു ഉപകാരവുമില്ലാത്ത ഉപകരണങ്ങൾ കൊണ്ട് ചിത്രം വരച്ചത്. ഒരു കുട്ടിയുടെ ദേഹത്ത്, അതും എവിടെയാണ് ഞരമ്പുള്ളത് എന്ന് നോക്കി അവിടെ തന്നെ കോമ്പസുകളും അതുപോലെ ഡിവൈഡറും ഉപയോഗിച്ചുകൊണ്ട്, നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ എന്തിനാണ് ഈ ഡിവൈഡർ എന്ന് പലപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാരകമായ പീഡനം നടത്തിയത് വളരെ മിടുക്കരായ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ ഇപ്പോ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സെൻഡ് ഓഫുകളും അവരുടെ പരിപാടികളും ഒക്കെ വളരെ ആഘോഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം അതിന്റെ അനന്തരഫലവും നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേവലം ട്യൂഷൻ സെന്ററുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കൂളുകളിൽ നിന്ന്, ഔദ്യോഗിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനെ തിരുത്താനുള്ള വേദികളായിട്ടാണ് നമ്മൾ ട്യൂഷൻ സെന്ററുകളെ നമ്മൾ പലപ്പോഴും ഒരു 10-20 കൊല്ലം മുമ്പൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ഇപ്പോൾ ട്യൂഷൻ സെന്ററുകൾ എന്ന് പറഞ്ഞാൽ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അപ്പോൾ അവിടെ എല്ലാ പരിപാടികളും ഉണ്ട്. എന്നാൽ യാതൊരു നിയന്ത്രണങ്ങൾക്ക് മറ്റു സർക്കാർ സ്ഥാപനങ്ങളെ പോലെ നിയന്ത്രണങ്ങൾ ഇല്ലതാനും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതുവഴി കുട്ടികൾ ആകർഷിക്കുവാൻ വേണ്ടി അതൊരു ബിസിനസ് സംരംഭമാണ്. അതുമായി ബന്ധപ്പെട്ട ആകർഷണത്തിന് വേണ്ടിയൊക്കെ നടത്തുന്ന ഇടപെടലുകളൊക്കെ പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന അപകടകരമായ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുകയാണ്. രണ്ടാമതായിക്കൊണ്ട് ഈ വിവരസാങ്കേതിക വിദ്യയിൽ ഇത്രയും അധികം നമുക്ക് അനുഭവം നൽകിയത് ഈ ആഗോളവൽക്കരണമാണ്. ആഗോളവൽക്കരണം കൊണ്ടാണ് നമ്മളെല്ലാം അറിയുന്നു. പക്ഷേ അതിന്റെ കൂടെ നമുക്ക് നഷ്ടപ്പെട്ട ഒന്നാണ്, നമ്മളെല്ലാവരും കൺസ്യൂമർ സംസ്കാരത്തിന്റെ ആളുകളായി മാറി എന്നുള്ളത്. ഉപഭോക്താക്കളായി മാറി, കേവല ഉപഭോക്താക്കളായി മാറി. നമ്മൾ നോമ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിൽ ഈ ഉപഭോഗം എന്ന കാഴ്ചപ്പാടാണ്. നോമ്പ് തുറക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ നമ്മുടെ ഇത്തരത്തിലുള്ള ചിന്താഗതികളാണ്. ഭക്ഷണത്തെ കുറിച്ചുകൊണ്ട് എന്തൊക്കെ ഒരുക്കങ്ങൾ ഉണ്ടാക്കണം എന്നതിനെ കുറിച്ചുകൊണ്ടുള്ള ആലോചനകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ കുറിച്ച്, നമ്മളെ കുറിച്ചൊക്കെ കൂടുതൽ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് റമദാന് പറയാനുള്ളത്. വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂറത്തുൽ ഫുർഖാനിൽ, വിശുദ്ധ ഖുർആന്റെ മറ്റൊരു പേരാണല്ലോ ഫുർഖാൻ, 25ാമത്തെ അധ്യായമാണ്. സത്യാസത്യ വിവേചനം എന്നാണ് അതിന്റെ അർത്ഥം. ശരിതെറ്റുകൾ എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഗ്രന്ഥം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ നമ്മുടെ അറിവിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ നോമ്പിലൂടെ അള്ളാഹു നമുക്ക് അനുഭവജ്ഞാനം, പ്രാക്ടിക്കലായിട്ടുള്ള അറിവ് നൽകുന്നു. ഇങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള ചെയ്തു പഠിക്കുന്ന നോമ്പും മനസ്സിലാക്കി പഠിക്കുന്ന ഖുർആനും ചേർന്ന് നിൽക്കുന്ന മാസത്തിന്റെ പേരാകുന്നു റമദാൻ. നമ്മൾ തിയറി പഠിക്കുന്ന ഖുർആനും പ്രാക്ടിക്കലായി ചെയ്യുന്ന നോമ്പും ചേർന്ന് നിൽക്കുന്ന മാസമാകുന്നു റമദാൻ. ഇതിനെ രണ്ടിനെയും എത്ര സമരസപ്പെടുത്തി നിർത്തുവാൻ നമുക്ക് സാധിക്കുന്നുവോ അതാകുന്നു നമ്മളുടെ നോമ്പ്, അതാകുന്നു മൂല്യവത്തായ നോമ്പ്. ആ മൂല്യവത്തായ നോമ്പിലെ ഖുർആനിന്റെ പവിത്രമായ വിതരണം കൊണ്ട് ശ്രദ്ധേയമായ ഈ മാസത്തിൽ ഖുർആനിനെ കുറിച്ചുകൊണ്ട്, ഖുർആനിന്റെ പേരിൽ തന്നെയുള്ള വിശുദ്ധ ഖുർആനിലെ അധ്യായത്തിൽ അള്ളാഹു പ്രവാചകനോട് ചോദിക്കുകയാണ്, അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഹു അഫ അൻത തകൂനു അലൈഹി വകീല. തന്റെ തന്നിഷ്ടങ്ങളെ, ദേഹേച്ഛകളെ തന്റെ ആരാധ്യന്മാരാക്കിയവരെ നീ കണ്ടുവോ? എന്നിരിക്കെ നീ അവന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവനാകുമോ? അവരെ നന്നാക്കാൻ നിനക്ക് കഴിയുകയില്ല. നീ അവരെ നന്നാക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കാരണം അവർ അവരുടെ ഹവകളെ, അവരുടെ ദേഹേച്ഛകളെയാണ് അവരുടെ ഇലാഹുകളാക്കി തെരഞ്ഞെടുത്തിരിക്കുന്നത്. തന്റെ ആഗ്രഹങ്ങളെ, തന്നിഷ്ടങ്ങളെ, അത് മാത്രമാകുന്നു അവരുടെ മുമ്പിൽ എപ്പോഴും വരുന്ന ചിന്ത. അങ്ങനെയുള്ള ആളുകളെ നന്നാക്കുവാൻ ഈ ഹവ എന്ന വാക്കാണ് വിശുദ്ധ ഖുർആൻ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് ഖുർആൻ തുടരുകയാണ്, അം തഹ്സബു അന്ന അക്സറഹും യസ്മഊന ഔ യഖിലൂൻ. അതല്ല അവരിൽ അധികം ആളുകളും കേൾക്കുന്നുണ്ട്, അതല്ല മനസ്സിലാക്കുന്നുണ്ട് എന്നാണോ നീ വിചാരിക്കുന്നത്? ഈ പറയുന്ന ആളുകൾ, നേരെ പറഞ്ഞ ആളുകളെ കുറിച്ച് പറയുകയാണ്, തന്റെ ദേഹേച്ഛകളെ ഇലാഹുകളാക്കിയ ആളുകളെ കുറിച്ച് പറയുകയാണ്. അം തഹ്സബു അന്ന അക്സറഹും യസ്മഊന ഔ യഖിലൂൻ.
അവര് കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നാണോ നിങ്ങൾ നബിയെ താങ്കൾ വിചാരിച്ചിരിക്കുന്നത്? ഇൻഹും ഇല്ലാ കൽ അൻആം, അവര് കന്നുകാലികളെ പോലെയാകുന്നു. ബൽഹും അളല്ലു സബീല, അവർ അതിനേക്കാൾ അവർ തന്നെയാകുന്നു അതിനേക്കാൾ വഴിപിഴച്ചവർ എന്നാകുന്നു വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോ ദേഹേച്ഛകളെ ഇലാഹുകളാക്കി കഴിഞ്ഞാൽ മനുഷ്യന് രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. ആര് വിചാരിച്ചാൽ പോലും അവരെ നന്നാക്കുവാൻ സാധിക്കുകയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. നമ്മളൊക്കെ പലപ്പോഴും ഈ കൺസ്യൂമർ സംസ്കാരത്തിൽ പെട്ടുകൊണ്ട് നമ്മളൊക്കെ ഒരുപക്ഷെ നമസ്കാരവും നോമ്പും ഒക്കെ നിലനിർത്തുന്നുണ്ടെങ്കിലും നമ്മളുടെ മനസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം അത് ഇത്തരത്തിലുള്ള നമ്മുടെ ഈ ഭൗതിക സുഖങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല ആലോചനകളും മാത്രമാണെങ്കിൽ നമ്മൾ പതിയെ പതിയെ ഈ ഹവകളിലേക്ക് ദേഹേച്ഛകളിലേക്ക് വഴുതി പോകുന്നുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ ഈ കാര്യത്തിൽ പ്രവാചകനെ ശക്തമായി താക്കീത് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നാടോടുമ്പോൾ നടുവയോടണ്ടേ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. നാടിനനുസരിച്ച് നമ്മൾ വളരണ്ടേ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. പ്രവാചകനോട് ഈ ആളുകളെ കുറിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ അള്ളാഹു താക്കീത് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഫലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹു ഫതർദാ. ആകയാൽ അന്ത്യസമയത്തിൽ വിശ്വസിക്കാത്തവർ, അതുപോലെ തന്നിഷ്ടങ്ങളെ പിൻപറ്റുന്നവർ, അവർ നിന്നെ വിശ്വാസത്തിൽ നിന്ന് വഴിപിഴപ്പിക്കാതിരിക്കട്ടെ, തെറ്റിച്ചു കളയാതിരിക്കട്ടെ. അങ്ങനെ സംഭവിച്ചാൽ നീയും നാശത്തിൽ അകപ്പെട്ടു പോകും എന്നാണ് പ്രവാചകനോട് അള്ളാഹു പറയുന്നത്. അന്ത്യദിനത്തിൽ വിശ്വാസമില്ലാത്ത തന്നിഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ അവർ നിന്നെ തെറ്റിച്ചു കളയാതിരിക്കട്ടെ. അവരുടെ കൂടെ എങ്ങാനും നീ പെട്ടുപോയാൽ നിന്റെ കാര്യവും പോയത് തന്നെയാണ് എന്ന് പ്രവാചകനെ ബോധ്യപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ 16-ാമത്തെ വചനം നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് എന്താണ് ജീവിത വീക്ഷണം എന്നതിന് ഖുർആൻ നൽകുന്ന മറുപടിയാണ് ഈ കാര്യം. ഹവ എന്നത് നമുക്ക് ഏറ്റവും വലിയ അപകടകരമായ ഒരു കാര്യമാണ്. നമ്മൾ ഭൗതിക സുഖങ്ങളിൽ ഇങ്ങനെ ലയിച്ച് അവസാനം അതിനുവേണ്ടി ജീവിക്കുന്നവരായി നമ്മൾ മാറുന്ന സാഹചര്യങ്ങളിലേക്ക് പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് കുറച്ചൊക്കെ പണ്ട് കാലത്തെ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം കുറച്ച് മുതിർന്ന ആളുകളൊക്കെ തൽക്കാലം അതിലേക്ക് പോവാതിരിക്കുന്നത്. യുവതലമുറയൊക്കെ എത്ര പെട്ടെന്നാണ് അതിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നതിനെ കുറിച്ച് സൂറത്തു നാസിയാത്തിലെ 79-ാമത്തെ അധ്യായത്തിലെ 37 മുതലുള്ള വചനങ്ങൾ, 37, 38, 39, 40, 41 5 വചനങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഫഅമ്മാമൻ ത്വഗാ, എന്നാൽ ആര് അതിര് കടക്കുന്നുവോ, വആഖിറൽ ഹയാത്ത ദുനിയ, ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നുവോ, ഫൈനൽ ജഹീമ ഹിയൽ മഅ്വ, അവന്റെ സങ്കേതം കത്തിജ്വലിക്കുന്ന നരകമാകുന്നു. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, ആര് യാതൊരുവൻ തന്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കണമെന്ന് ഭയത്താൽ മനസ്സിനെ ഇച്ഛകളിൽ നിന്ന് മോചിപ്പിക്കുന്നുവോ, ഫൈനൽ ജന്നത ഹിയൽ മഅ്വ, സ്വർഗം അവന്റെ സങ്കേതമാകുന്നു എന്നാകുന്നു. ശുദ്ധ ഖുർആൻ ആർക്കാണ് സ്വർഗം ആർക്കാണ് നരകമെന്ന് രണ്ട് വീതം അടിസ്ഥാനപരമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിവരിക്കുകയാണ്. 2 കാര്യങ്ങളാണ് ഖുർആൻ പറഞ്ഞത്. നരകത്തിന്റെ അവകാശികൾ അവർ അതിര് കവിയുന്നവരാണ്. അള്ളാഹു കുറെ മൂല്യങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ മൂല്യങ്ങളിൽ നിന്നും വഴിതെറ്റി അതിര് കവിയുന്ന ആളുകൾ അവരുടെ സങ്കേതം നരകമാകുന്നു. സഹജമായി തനിക്ക് തോന്നുന്നതാണ് തന്റെ ശരി. കുട്ടികളൊക്കെ അങ്ങനെയല്ലേ പറയുന്നത്, ഞാൻ കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം എന്നാണ് കുട്ടികൾ പറയുന്നത്. ഇത്ര അപകടകരമായ രീതിയിൽ പണ്ടൊക്കെ നമ്മൾ തമാശക്ക് പറയാറുണ്ടായിരുന്നു. ഇങ്ങനെ ഈ രീതിയിലാണ് കുട്ടികൾ അവനവന് തോന്നുന്നത്, അപ്പപ്പോ തോന്നുന്നത്, അവനവന്റെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലുണ്ടാകുന്ന ഒരു ക്ഷതം, അതല്ലെങ്കിൽ അതിന് വരുന്ന ഒരു റോങ് കമന്റ്, ഇതൊക്കെ ആളുകളെ വല്ലാതെ പ്രകോപിപ്പിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പരിപാടികൾ ഓരോന്നും റീൽസിന് വേണ്ടിയായി മാറിയിരിക്കുന്നു. യാത്രയപ്പുകൾ എല്ലാം 5 മിനിറ്റ് അല്ലെങ്കിൽ അതിലും താഴെ 2 മിനിറ്റ് റീലുണ്ടാക്കാൻ വേണ്ടിയുള്ള മുന്നൊരുക്ക് തിരക്കഥയാകുന്നു. നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ നടക്കുന്ന യാത്രയപ്പുകളും പരിപാടികളൊക്കെ തിരക്കഥകളാണ്. ഒരു റീലുണ്ടാക്കാൻ വേണ്ടി, അതിന്റെ റീച്ച് കൂട്ടാൻ വേണ്ടിയുള്ള തിരക്കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിൽ തോന്നുന്നതെല്ലാം ശരിയായി തോന്നുന്ന ഒരു കാലത്താണ് ഖുർആൻ പറയുന്നത് നിങ്ങൾ അങ്ങനെയല്ല. അള്ളാഹു ചില മൂല്യങ്ങളും വിചാരങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിര് കവിയരുത്, അവർ നരകത്തിന്റെ ഫഅമ്മാമൻ ത്വഗാ,
രണ്ടാമതായി പറഞ്ഞത് ആഖിറൽ ഹയാത്ത ദുനിയ, അവരുടെ ചിന്തകളിൽ ഇഹലോകമാകുന്നു കൂടുതൽ, ഇഹലോകത്തെ കൂടുതലായി ചിന്തകളിൽ പ്രതിഷ്ഠിച്ചവരാകുന്നു അവർ എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ രണ്ട് ചിന്തകളാണ് അള്ളാഹു നരകത്തെ കുറിച്ച് നമ്മളോട് പറയുന്നത്. തന്നിഷ്ടങ്ങളെ അല്ലെങ്കിൽ സഹജധാർമ്മികതയെ ജീവിതത്തിൽ ചേർത്ത് നിർത്തുകയും ഇഹലോകത്തിന് പ്രാമുഖ്യം നൽകുകയും ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ അവർ നരകാവകാശികളാകുന്നു. സ്വർഗത്തിന്റെ അവകാശികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അവർ റബ്ബിന്റെ മുമ്പിൽ നിൽക്കണം എന്ന ബോധമുള്ളവരാകുന്നു എന്നുള്ളതാണ്. അമ്മാവൻ ഖാഫ മഖാമ റബ്ബിഹി, തന്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കണം എന്ന ബോധമുള്ളവർ, പരലോക ചിന്തയുള്ളവർ, മരിച്ചു പോകണം എന്ന ഓർമ്മയുള്ളവർ. നമ്മുടെ സാധാരണ പേഴ്സണാലിറ്റി ക്ലാസ്സുകളൊന്നും ഇത് പറയാറില്ല. നമ്മളിപ്പം വ്യക്തിത്വ വികസന ക്ലാസ്സുകളൊക്കെ നടത്തും. അവിടെയൊക്കെ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് മിടുക്കരാവാം, എത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കാം എന്ന രീതിയിലുള്ള ഈ ഒരു മൂല്യചിന്ത ഒരിക്കലും പറയപ്പെടാത്ത വേദികളാണ് നമ്മളൊക്കെ പലപ്പോഴും കുട്ടികൾക്ക് കൊടുക്കാറുള്ളത്. അപ്പൊ ഇവിടെയാണ് പരലോക ചിന്തയുണ്ടാവുന്ന, മരണത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നവൻ, അങ്ങനെയുള്ളവനാകുമ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് വഴിയുണ്ട്. രണ്ടാമതായി പറഞ്ഞത് നമ്മൾ നേരത്തെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഹവ, തന്റെ ദേഹേച്ഛകളെ തടഞ്ഞു നിർത്തുന്നവനാകുന്നു അവൻ എന്നുള്ളതാണ്. ദേഹേച്ഛകളെ തടഞ്ഞു നിർത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞ ഫുർഖാൻ, സത്യാസത്യ വിവേചനങ്ങളിൽ നിന്ന് സത്യത്തെ തെരഞ്ഞെടുക്കുവാൻ, ഒരു പോയിന്റിലെത്തുമ്പോൾ അള്ളാഹു പറഞ്ഞ വിധിന്യായം എന്താണ് എന്ന് മനസ്സിലാക്കി സത്യത്തെ തെരഞ്ഞെടുത്ത് അസത്യത്തെ നിരാകരിക്കുവാൻ കഴിവുള്ളവനാകുക എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയുള്ള ആളുകൾക്കാണ് സ്വർഗം ലഭിക്കുക. അപ്പോൾ ദേഹേച്ഛകളെ വെടിഞ്ഞവൻ, ഫുർഖാനെ ഉൾക്കൊണ്ടവൻ, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണമെന്ന ബോധമുള്ളവന് സ്വർഗമുണ്ട്. ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ട് തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് അതിരുകവിഞ്ഞ് ജീവിക്കുന്നവർ, അതുമല്ലെങ്കിൽ ഇഹലോകത്തിന് പ്രാധാന്യം നൽകുന്നവർ, അവർക്ക് നരകമുണ്ട് എന്നതാകുന്നു വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ചിന്ത. നമ്മൾ കുട്ടികളോട് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം എന്താണ്? നമ്മൾ കുട്ടികളോട് ഒരു യാത്ര പോകുന്നു, മകൻ ഒരു വളരെ ദൂരെയുള്ള ഒരു ഹോസ്റ്റലിലേക്ക് പഠിക്കാൻ പോകുന്നു. ഇനി 6 മാസം കഴിഞ്ഞിട്ടോ 1 വർഷം കഴിഞ്ഞിട്ടോ ഒക്കെയാണ് നമ്മുടെ വീടുകളിലേക്ക് തിരിച്ചു വരിക എന്നൊരു സാഹചര്യമുണ്ട് എന്ന് കരുതുക. നമ്മൾ എന്ത് ഉപദേശമാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക? എന്ത് ഉപദേശമാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക? മുമ്പുള്ള ആളുകൾ പറയും, നീ അങ്ങനെ ഇങ്ങനെയും വിവരം കെട്ട ആരെയും കൂട്ടി വീട്ടിലേക്ക് വരരുത്, കുട്ടികളെ ഒന്നും കൂട്ടി വീട്ടിലേക്ക് വരരുത്, ഞാനൊന്നും സമ്മതിക്കില്ല എന്ന്. ഇപ്പൊ കടന്നു ആളുകൾ പറയുന്നത്, നീ ആൺകുട്ടിയാണെങ്കിൽ നീ കൊണ്ടുവരേണ്ട, നീ വീട്ടിലേക്ക് ആരെങ്കിലും കൊണ്ടുവരാണെങ്കിൽ ഒരു പെൺകുട്ടീനെ കൊണ്ടുവരണമെന്നാണ്. മനസ്സിലായല്ലോ പറയുന്നതർത്ഥം? ചിലപ്പം അതും കടന്ന് അതിന്റെ അപ്പുറത്തേക്ക് പോയാലോ എന്ന് പേടിച്ചിട്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കേണ്ട ഉപദേശം എന്താണ്? ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകുന്ന ഉപദേശം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഹറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫിൽ അർള് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. എന്റെ മോനെ, കർമ്മം ഒരു കടുകുമണിയോളം ചെറുതാണ് എന്ന് നീ വിചാരിക്കുക. നിന്റെ മുമ്പിലുള്ള ഒരു ശ്രമം അത് നിസാരമാണ് എന്ന് നീ കരുതുക, കടുകുമണിയോളം നിസാരമാണ് എന്ന് നീ കരുതുക. അത് ഒരു പാറക്കെട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കുക. അതുമല്ലെങ്കിൽ ആകാശഭൂമികളിൽ എവിടെയെങ്കിലും, ഹിമാലയത്തിന്റെ മുകളിലെ ഏതോ ഒരു മഞ്ഞിനുള്ളിൽ, ധ്രുവപ്രദേശങ്ങളിൽ 2.5 കിലോമീറ്ററോളം അടിഭാഗത്തേക്ക് ആഴ്ന്നു കിടക്കുന്ന മഞ്ഞിന്റെ അടിയിൽ, കടലിന്റെ മറിയാന ട്രെഞ്ചിന്റെ അടിയിൽ, അത്രയും ആഴങ്ങളിൽ 10-20 കിലോമീറ്റർ ആഴത്തിലുള്ള ആ വലിയ കുഴിയിൽ നീ ആ കടുകുമണിയോളം നിസാരമായ അറിവിനെ, അല്ലെങ്കിൽ ആ നിന്റെ ശ്രമത്തെ, ആ പരിശ്രമത്തെ, ആ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കർമ്മത്തെ നീ എടുത്തു വെക്കുക. അള്ളാഹു അത് കൊണ്ടുവരും, അള്ളാഹു അത് കൊണ്ടുവരും. അതുകൊണ്ട് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, ആഴത്തിൽ നീ ഒളിപ്പിച്ചു വെച്ചതിനെ എടുക്കാൻ പോയി എന്നതുകൊണ്ട്, സൂക്ഷ്മമായി അത് അന്വേഷിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ വിവരത്തിന്റെ അളവ് കുറഞ്ഞു പോവുകയില്ല. അള്ളാഹു സൂക്ഷ്മജ്ഞാനിയാണ്, അഗാധജ്ഞാനിയാണ്. വിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണത്. എല്ലാം അറിയുന്നവനാണ്, ആഴത്തിൽ അറിയുന്നവനാണ്. ആഴത്തിൽ അറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് എല്ലാം അറിയാൻ കഴിയുകയില്ല. ഇല്ല, നമ്മൾ ഒരു മൈക്രോസ്കോപ്പിലൂടെ ഒരു സാധനത്തിന്റെ ആഴത്തിൽ അറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മറ്റ് ശരീരഭാഗങ്ങളെ കുറിച്ചൊന്നും അറിയാൻ സാധിക്കില്ല. നമ്മൾ നോക്കുന്ന ഭാഗത്തെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ആഴത്തിൽ അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ അറിവിന്റെ പരപ്പ് കുറയുന്നു. അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു ലത്തീഫുൽ ഖബീർ, അള്ളാഹു ആഴത്തിൽ അറിയുന്നവനാണ്,
പരന്നറിയുന്നവനാണ്. ഈ ഒരു ഉപദേശമാണ് നമുക്കൊക്കെ കൊടുക്കാനുള്ളത്. തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. മോനെ, നീ പഠിച്ചില്ലെങ്കിലും, നിനക്ക് മാർക്ക് കുറയുന്ന സാഹചര്യം ഉണ്ടായാലും നീ മറ്റൊരാളെ വേദനിപ്പിക്കുന്നവനാവരുത്. മറ്റൊരാളെ കുറിച്ചൊരു ചെറിയ പക പോലും മനസ്സിൽ സൂക്ഷിക്കുന്നവനാവരുത്. നീ എന്ത് വിചാരിച്ചാലും, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കടുകുമണിയോളം നിസ്സാരമായ ഒരു അറിവ് നീ ഒളിപ്പിച്ചു വെച്ചാലും, ഒരു അസൂയ, ഒരു പക നീ ഒളിപ്പിച്ചു വെച്ചാലും, അത് അള്ളാഹു കൊണ്ടുവരും. മോനെ, നമുക്ക് പോവേണ്ടതല്ലേ, മടങ്ങേണ്ടതല്ലേ എന്ന് ഉപദേശിക്കുവാൻ ത്രാണിയുള്ള, ശക്തിയുള്ള രക്ഷിതാക്കൾ നാട്ടിലുണ്ടാവേണ്ടതുണ്ട്, കുടുംബങ്ങൾ നാട്ടിലുണ്ടാവേണ്ടതുണ്ട്. ഇല്ലപ്പ, എന്ത് സമ്മർദ്ദമുണ്ടായാലും ഞാൻ ദീൻ വിട്ട് കളിക്കുകയില്ല എന്ന് മറുപടി പറയുന്ന മക്കളുണ്ടാവേണ്ടതുണ്ട്. റമളാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്, നമ്മുടെ നമസ്കാരവും ആരാധനകളും നമ്മുടെ ചിട്ടയായ എല്ലാ ജീവിതക്രമങ്ങൾക്കും കൂടെ റമളാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഹവാ എന്ന് പറയുന്ന തന്നിഷ്ടങ്ങൾ, ദേഹേച്ഛകൾ, തന്റെ തോന്നലുകൾ, തന്റെ ആസ്വാദനങ്ങൾ, അതിന്റെ മേൽ ഫുർഖാനെ പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. അതിന്റെ ഉത്തരം അതേ ഉറച്ചു പറയുവാൻ റമളാൻ കൊണ്ട് സാധിച്ചാൽ നമ്മുടെ റമളാൻ ധന്യമായി. അത് ഉറച്ചു പറയാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ റമളാൻ ധന്യമായി. ആശയം കൊണ്ട് ഖുർആനിനെയും പ്രാക്ടിക്കലായ അനുഭവജ്ഞാനം കൊണ്ട് നോമ്പിനെയും ചേർത്ത് വെച്ചുകൊണ്ട് റമളാനിന്റെ ഉരുപ്പടികളെ രൂപപ്പെടുത്തുമ്പോൾ, റമളാനിന്റെ നമ്മുടെ ശീലുകളെ നമ്മൾ രൂപപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമുക്ക് റമളാൻ കഴിഞ്ഞാലും വിജയമുണ്ടാകുന്ന നോമ്പായി നമ്മുടെ നോമ്പ് മാറുകയുള്ളൂ. അല്ലാഹു നമ്മുടെ നോമ്പിനെ അത്തരത്തിൽ പരിവർത്തിപ്പിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കുമ്പോൾ, അള്ളാഹുവിന്റെ ശരീഅത്തുകളുടെ മാനദണ്ഡമായ ഖുർആൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ തന്നിഷ്ടങ്ങളെ മാറ്റിവെക്കേണ്ടി വരും. പലതിനെയും അത് ദുനിയാവിൽ നിന്ന് നമ്മൾ ഒളിച്ചോടണമെന്നല്ല, ദുനിയാവിൽ ആസ്വദിച്ചു കൊണ്ട് തന്നെ ജീവിക്കുമ്പോൾ തന്റെ തന്നിഷ്ടങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്ക് മൂല്യം നൽകുക എന്നതാണ് റമളാൻ കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനേറ്റവും നമ്മുടെ മുമ്പിൽ ശത്രുവായി നിൽക്കുക നമ്മുടെ ദേഹേച്ഛകളാണ്, ഹവകളാണ്. ആ ഹവകളെ തോൽപ്പിക്കുവാൻ, തകർക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനെ സാധിക്കാത്തത് കൊണ്ടാണ് അറിവുള്ളവരായ ആളുകൾ പോലും, വിവരമില്ല ആളുകൾ പോലും വിവേകമില്ലാത്തവരായി പെരുമാറുന്നത് നമ്മൾ ലോകത്ത് കാണുന്നത്. അതുകൊണ്ട് ഖുർആനിനെ ജീവിതത്തിൽ ഏറ്റുവാൻ നമ്മൾ ഈ മാസത്തെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നമസ്കാരത്തോടൊപ്പം ഖുർആനെയും കൂടുതൽ കൂടുതൽ ഹൃദയത്തിലേറ്റുവാൻ, അതിന്റെ ആശയങ്ങൾ നമ്മുടെ ജീവിതമാക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ആരാധനകളിൽ വന്നുപോയ പാകപ്പിഴകളെല്ലാം പരിഹരിച്ചുകൊണ്ട്, തീർത്തുകൊണ്ട്, അള്ളാഹു പുറത്തു നിന്നുകൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, നോമ്പില് വളരെ ആവേശപൂർവ്വം പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും സാധിക്കാത്ത ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, കടം കൊണ്ട് വലയുന്ന ആളുകളുടെ പ്രയാസങ്ങളെ അള്ളാഹു ഇല്ലായ്മ ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ വേണ്ടപ്പെട്ടവരെ അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ നാട്ടുകാരനായ സി കെ അബ്ദുള്ള ഫാറൂഖി സാഹിബ്, അതുപോലെ പുളിക്കൽ കേന്ദ്രമിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന കെ അബൂബക്കർ മൗലവി തുടങ്ങിയവർ ഈ അടുത്ത് നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഈ മഹാന്മാരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അതുപോലെ പുളിക്കൽ തന്നെയുള്ള എബിലിറ്റിയുടെ ബധിരരും അന്ധരും ഒക്കെ ആയിട്ടുള്ള, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ അവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനത്തിന്റെ കളക്ഷൻ എബിലിറ്റി ഡേ ആയിട്ട് ആണ് ഇന്നത്തെ ദിവസം നമ്മൾ കൊണ്ടാടുന്നത്. ആ പാവപ്പെട്ട, അല്ലെങ്കിൽ അള്ളാഹു
ഈ ഭൂമിയിലെ നമ്മുടെ സഹോദരന്മാരായി നമ്മൾ പരിഗണിക്കേണ്ട അത്തരത്തിലുള്ള ഭിന്നശേഷിക്കാരായ ആളുകളെ അള്ളാഹു അവർക്ക് എല്ലാ സഹായവും നൽകുമാറാവട്ടെ. സ്ഥാപനത്തിന്റെ കലക്ഷനിലൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായി പങ്കെടുക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു ഗഫൂർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا رب.